ഇതിനകത്തിപ്പോൾ രാഷ്ട്രീയ പ്രേരിതമാണ് ഇവരുടെ ഈ രോഷപ്രകടനം എന്ന് പറയുന്ന ആളുകളെയും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുകയാണല്ലോ. പ്രത്യേകിച്ചും നമ്മൾ ഇന്നലെ പറഞ്ഞു മുസ്ലിം ലീഗുകാരാണ് കൂടുതലും ആയിട്ട് കാണുന്നത്, കോൺഗ്രസ്സുകാരുണ്ട്. അതായത് ജിജി കാണാതായ പിതാവിന് വേണ്ടി സംസാരിക്കുന്ന ജിജി വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നതുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമാണ്. ഇപ്പുറത്ത് നടക്കുന്ന സമരവും രാഷ്ട്രീയ പ്രേരിതം. സ്വന്തം ബന്ധുക്കളെ നഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ രോഷം ഇത്ര 8 ദിവസമായിട്ടും ഇതിൽ ഇങ്ങനെയാണ് സംവിധാനങ്ങൾ പെരുമാറുന്നത്. അതിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെയും ഇങ്ങനെ അങ്ങോട്ട് പോയാൽ അറിയാമല്ലോ എന്ന തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന പരാമർശവും കൂടെ വന്നപ്പോൾ അതിനെതിരെ സംസാരിക്കുന്നതിന് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുകയാണ്. ഇവർ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഞാൻ പറയുന്നത് സർക്കാരിനെയോ മന്ത്രിമാരെയോ മുഖ്യമന്ത്രിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. താഴെ വന്നിട്ട് ഈ കമൻ്റൊക്കെ ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയ പ്രേരിതം എന്ന് വെച്ചാൽ 3 മാസം മുമ്പാണ് ഇടതുപക്ഷ സർക്കാരിനെ 10 വർഷം ഭരിച്ച ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ട് അതിരോഷം ആളുകൾ വോട്ടിലൂടെ പ്രകടിപ്പിച്ചത്. അത് 3 മാസം കൊണ്ടൊന്നും മാറിയിട്ടുണ്ടാകാൻ എന്ത് സാധ്യതയുള്ളത്? ഇവരെ വളരെ പ്രിയങ്കരമായിട്ട് സ്വീകരിച്ച ആളുകളായി ഈ ആളുകളെല്ലാം തന്നെയും. അതായത് ഈ നമ്മുടെ കടൽത്തീര മേഖലയിൽ നിന്നൊക്കെ വലിയ തോതിലാണ് ഈ UDF അനുകൂലമായിട്ട് വോട്ട് വന്നത്. നമ്മുടെ മുമ്പിൽ കണക്കുകളുണ്ട്. ഈ കടൽത്തീര മേഖലയിലെ മനുഷ്യരെല്ലാം ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ട്, എല്ലാവരും നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ട് UDF സർക്കാരിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മറ്റു കേരളത്തിൽ എല്ലായിടത്തും എന്ന പോലെ വോട്ട് വന്ന് വീണ സ്ഥലമാണ്. അവർക്കൊരു രാഷ്ട്രീയ പ്രേരിതവും ഇല്ല. അതായത് ഈ സർക്കാരിനെതിരെ ഒരു 3-4 വർഷം കഴിഞ്ഞതിന് ശേഷം, ഇവരുടെ ഭരണത്തിന് ശേഷമാണ് എന്തെങ്കിലുമൊക്കെ നടക്കുന്നതെങ്കിൽ നമുക്ക് വാദത്തിനെങ്കിലും സമ്മതിക്കാം. അതായത് അവരുടെ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ്, രാഷ്ട്രീയമായിട്ട് അവരുടെ ഒരു ധാരണ കൊണ്ടാണ് എന്ന്. ഇതിപ്പോൾ ഈ സർക്കാരിനോട് വിദ്വേഷമുണ്ടാകാൻ എന്ത് കാരണമാണ് അവർക്കുള്ളത്? ഈ സർക്കാരിനോട് പ്രിയങ്കര സ്വഭാവം മാത്രമല്ലേ കേരളത്തിൽ ഇപ്പോൾ 3 മാസം കൊണ്ട് എന്തെങ്കിലും മാറി മറിഞ്ഞോ? ആരെങ്കിലും MP ഗോവിന്ദൻ മാസ്റ്ററും കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പിണറായി വിജയനും ഒക്കെ വളരെ പ്രിയങ്കരായിട്ട് പെട്ടെന്നങ്ങ് മാറിയോ? ഒന്നുമല്ല. ഇത് ഇവരുടെ ജീവൻ മരണ പ്രശ്നത്തിൽ നിന്നുണ്ടാകുന്ന രോഷമാണ് അവർ പ്രകടിപ്പിക്കുന്നതെന്ന് അറിയാൻ കോമൺ സെൻസ് മതി. പക്ഷേ ആ കോമൺ സെൻസ് അപ്ലൈ ചെയ്യാൻ ഇവരെ ചീത്ത വിളിക്കുന്ന, ഇവരെ പോലും ചീത്ത വിളിക്കുന്ന, ഈ വലിയ ഗ്രീഫിൽ നിൽക്കുന്ന ഈ മനുഷ്യരെ ഇങ്ങനെ ചീത്ത വിളിക്കുന്ന ഈ മനുഷ്യർ തയ്യാറാവുന്നില്ല. കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ മനസ്സിലാവും ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടോ മറ്റോ അല്ല സംഭവിക്കുന്നത് എന്ന്. ഇതിപ്പോൾ നമ്മളൊരു പുതിയ സർക്കാരിൻ്റെ കാലത്താണല്ലോ ഇത് സംഭവിക്കുന്നത്. വളരെ ഫ്രഷായൊരു സർക്കാർ, വളരെ ഫ്രഷായിട്ട് 10 വർഷത്തിന് ശേഷം നല്ല ആക്റ്റീവായിട്ട് വന്ന താരതമ്യേന ചെറുപ്പക്കാരനായിട്ടുള്ളൊരു മുഖ്യമന്ത്രി. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കുറേ കൂടെ ഊർജ്ജസ്വരമായിട്ട് ഇടപെടലേ ഉണ്ടാവുക. ഇതിപ്പോൾ 8 ദിവസത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി ആ ഗ്രീഫിൽ നിൽക്കുന്നൊരു ഫാമിലിയെ വിളിക്കുന്നത്. ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടായി, അവിടെ പ്രശ്നമുണ്ടായി, അവിടെ ബുദ്ധിമുട്ടുണ്ടാകുന്നു, ആളുകൾ അങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ ഒരു വിളി അങ്ങോട്ട് ചെല്ലണ്ടേ? അങ്ങനെ വിളി ഈ പറയുന്ന സംഗതികൾക്ക് ശേഷം അങ്ങോട്ട് ചെല്ലുമ്പോഴും അദ്ദേഹമാണ് ഫോൺ കട്ട് ചെയ്യുന്നത് എന്നൊരു കാര്യം അവർക്ക് പറയേണ്ടതായിട്ട് വരുന്നു എന്നത് ദുഃഖകരമാണ്. എനിക്ക് അതായത് എൻ്റെ ജീവിതത്തിൽ രാഷ്ട്രീയ പ്രവർത്തകരോട് ബഹുമാനമുണ്ടായി തുടങ്ങിയ എന്നുവെച്ചാൽ രാഷ്ട്രീയ പ്രവർത്തകർ, നമ്മൾ ചെറിയ പ്രായത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ രാഷ്ട്രീയം, നമ്മൾ സിനിമയും സ്പോർട്സും ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാഷ്ട്രീയം ശ്രദ്ധിക്കില്ലല്ലോ. രാഷ്ട്രീയ പ്രവർത്തകരോട് ബഹുമാനം, ഇവർ കൊള്ളാമല്ലോ എന്ന തോന്നലുണ്ടായ ആദ്യ സന്ദർഭം ഞാൻ എപ്പോഴും ഓർക്കും. അത് ഞാൻ ഈ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ആ കോളേജിൽ വലിയ ഒരു തല്ലുണ്ടായി, സംഘർഷം ഉണ്ടായി. ഞാൻ രാഷ്ട്രീയ പാർട്ടികളുടെ പേരെന്ന് പറഞ്ഞ് 2 സംഘടനകൾ തമ്മിൽ തല്ലുണ്ടായി. എല്ലാവരും ആശുപത്രിയായി. ഞാൻ സംഗതി വശാൽ എൻ്റെ ഒരു സുഹൃത്തുകൂടെ ഇതിനകത്ത് പെട്ടിരുന്നത് കൊണ്ട് ആശുപത്രിയിൽ ഞാനുണ്ട്. അപ്പോൾ അവിടേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ, സംഘർഷം ഉണ്ടാകുന്നതാണല്ലോ, അന്ന് കണ്ണൂർ ആ ഭാഗത്തൊക്കെ വലിയ സംഘർഷം ഉണ്ടാകുന്നതാണ്. അപ്പോൾ അവിടേക്ക് ആളുകൾ വന്നിട്ട് അവർ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നാണ് ഒരു ഭാഗത്തിൻ്റെ ആളുകളുടെ ഒപ്പമാണ്. അപ്പോൾ അതിനകത്ത് ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്നൊരു കുട്ടിയുണ്ടായിരുന്നു. അയാൾ വന്ന ആ കോളേജ് ചേർന്നതേ ഉള്ളൂ, ചെറിയ കുട്ടിയാണ്. പക്ഷേ അയാൾ സംഗതി വശാൽ ഈ സൗഹൃദമൊക്കെ ആയതുകൊണ്ട് അവിടെ ഈ സംഘർഷത്തിലുണ്ടായ അയാൾക്ക് പരിക്കേറ്റു. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകർ, ഇവർ രാഷ്ട്രീയ നേതാക്കൾ, അവിടുത്തെ തലശ്ശേരി എന്ന് പറയുന്ന പ്രദേശത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, നല്ല അത്യാവശ്യം മുതിർന്നൊരു നേതാവാണ്, നല്ല കുറച്ച് ആളുകൾ കൂടിയാണല്ലോ വരിക. അദ്ദേഹമാണ് അതിനകത്ത് ഏറ്റവും പ്രധാനിയായിട്ടുള്ള നേതാവ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ കുട്ടിയുടെ തല്ലേറ്റ് കിടക്കുന്ന ഈ കുട്ടിയുടെ സഹോദരനോ പിതാവോ ഒരു മുതിർന്ന ഒരാൾ വന്നു, എനിക്കത് ആരാണെന്ന് ഓർമ്മയില്ല, അദ്ദേഹം വന്നു. ഇവർ രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധമില്ലാത്ത എന്തോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ മറ്റോ ആയിട്ടുള്ള, സർക്കാർ ഉദ്യോഗസ്ഥൻ എന്തോ ഒരു ജോലിയുള്ള ഗൾഫിലോ മറ്റോ ഉള്ള ഒരാളാണെന്ന് വെച്ചാൽ രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ട് ബന്ധമില്ലാത്ത, അരാഷ്ട്രീയം എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന ഒരാളാണ്. അദ്ദേഹം വന്ന ഉടനെ സങ്കടത്തോടെയാണ് വരുന്നത്. കാരണം അയാൾ സ്കൂളിൽ നിന്ന് കഴിഞ്ഞ് വന്ന് ഈ കോളേജ് ചേർന്നേ ഉള്ളൂ. ഇപ്പോൾ രാഷ്ട്രീയ സംഘർഷത്തിൽപ്പെട്ടു. അതും അന്നത്തെ കാലം എന്ന് വെച്ചാൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇയാൾ ഭയങ്കര ബേജാറോടെയും വിഷമത്തോടെയും വന്നിട്ട് ഈ കുട്ടിയെ കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്ത് ആടെ സീനായി നിൽക്കുകയാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ പ്രവർത്തകൻ നേതാവ് അവിടെ നിൽക്കുന്നത് കാണുന്നത്, അദ്ദേഹം പോട്ടെ എന്ന് പറഞ്ഞ് ചുമല് തട്ടിയപ്പോൾ ഇദ്ദേഹം പൊട്ടിത്തെറിച്ചു. നിങ്ങൾ രാഷ്ട്രീയക്കാരാണ്, നിങ്ങളാണ് എൻ്റെ കുട്ടിയെ, നിങ്ങളാണ് ആളുകളെ ഇവിടെ കൊല ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. രാഷ്ട്രീയക്കാർ മുഴുവൻ കുഴപ്പക്കാരാണ്, നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് കുട്ടികളെ കൊലക്ക് കൊടുക്കുകയാണ് എന്ന് അദ്ദേഹം പൊട്ടിത്തെറിച്ച് പറഞ്ഞു. ഈ നേതാവ് ഒരക്ഷരം മിണ്ടിയില്ല. അദ്ദേഹം പറയുന്നത് മുഴുവൻ ശാന്തനായിട്ട് നിന്ന് കേട്ടു. എന്നിട്ട് പിന്നെ ഇടയ്ക്ക് തലതാഴ്ത്തി നിന്ന് ഒരക്ഷരം മിണ്ടിയില്ല. കൂടെ നിന്ന ആളുകൾ ഇങ്ങനെ ഒരല്പം തിരിച്ച് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും അദ്ദേഹം അവരെ ശാന്തരാക്കുക ചെയ്തത്. ഒരക്ഷരം മിണ്ടില്ല. ഇദ്ദേഹം ഈ പറച്ചിൽ മുഴുവൻ പറഞ്ഞതിന് ശേഷം അദ്ദേഹം തിരിഞ്ഞു പോകുന്നതിനിടയ്ക്ക് അവരെന്താ പറയുന്നത്, അത് സാറല്ല, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, ഇങ്ങനത്തെ ഒരു കാര്യം വരുമ്പോൾ അങ്ങനല്ല, സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോൾ ആളുകൾ അങ്ങനെയൊക്കെ പറയും, നമ്മളത് കേട്ട് അവരോട് സംസാരിക്കാൻ നിൽക്കണ്ട. ഇതാണ് രാഷ്ട്രീയ പ്രവർത്തകരെന്ന് വെച്ചാൽ.
ഇത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെ പെരുമാറും എന്ന് നമുക്ക് കാണിച്ചു തന്നൊരു സന്ദർഭം എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അതാണ്. പിന്നീട് ഒരുപാട് സംഭവ വികാസങ്ങൾ നമ്മൾ എത്രയോ നേതാക്കളെ കണ്ടു, UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും CPM-ൻ്റെ ഒക്കെ നേതാക്കളെ നമ്മൾ കണ്ടു. പക്ഷേ അതാണ് ഇവരിങ്ങനെയാണ് ചെയ്യേണ്ടത്, ആളുകൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മുടെ മനസ്സിലേക്ക് മുദ്രിതമാക്കി തന്ന ഒരു സംഭവം. വളരെ ചെറിയ പ്രായത്തിലായതുകൊണ്ട് എനിക്ക് ആ സംഭവത്തിൻ്റെ ഒക്കെ ശബ്ദവും കാര്യങ്ങളും എല്ലാം തന്നെ വിശദാംശങ്ങളവിടെ ഓർമ്മയുണ്ട്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് ഒരാൾ ഒരു പ്രശ്നത്തിൽപ്പെട്ട് കിടക്കുമ്പോൾ അവർ നമ്മളെ തന്നെയാണ് ചീത്ത വിളിക്കുന്നതെന്ന് വിചാരിക്കുക, മുഖ്യമന്ത്രിയാണ് ചീത്ത വിളിക്കുന്നത്. പക്ഷേ അതിനവരെ പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ മന്ത്രിയാണ് ചീത്ത വിളിക്കുന്നത്, അതിനവരെ പ്രേരിപ്പിക്കുന്ന ചില വൈകാരിക സംഭവങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക എന്നത് പരമപ്രധാനമാണ് ഒരു ഭരണകർത്താവിന്, ഒരു പൊതുപ്രവർത്തകന്, ഒരു രാഷ്ട്രീയ നേതാവിന്. അത് നിങ്ങൾ മുഴുവൻ കേൾക്കാൻ ബാധ്യസ്ഥരാണ്. നിങ്ങൾ മുഖ്യമന്ത്രിയാണെങ്കിൽ, മന്ത്രിയാണെങ്കിൽ, നിങ്ങളൊരു പൊതുപ്രവർത്തകനാണെങ്കിൽ രോഷത്തോടെ നിങ്ങളോട് സംസാരിക്കുന്ന മനുഷ്യരെ മുഴുവൻ കേൾക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അത് കേൾക്കുന്നിടത്താണ് നിങ്ങൾ മഹാനായിട്ടുള്ള ആളാകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ മഹാനല്ല, നിങ്ങൾ പ്രാഥമികമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാകുന്നത്, അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? ഇതിപ്പോൾ അവരുടെ അച്ഛൻ ആണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവർ കുറേ ദിവസമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പറയും, അവരുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിലും പറയും, ഏത് മനുഷ്യനാണെങ്കിലും പറയും. അപ്പോൾ അത് കേൾക്കുക, നിങ്ങളെ ഞാൻ കേൾക്കുന്നു എന്ന എമ്പതി കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുണ്ടായോ എന്ന് അവർ തന്നെ പരിശോധിക്കട്ടെ. ഞാനിതെല്ലാ ദിവസവും, നമുക്കിപ്പോൾ എല്ലാ ദിവസവും വന്നിട്ട് ഈ സർക്കാരിനെ ഇങ്ങനെ ഒരു പുതിയ വന്നൊരു സർക്കാരാണ്, ഒരു ദുരന്ത സമയമാണ്, എല്ലാവരും കൂടി എല്ലാ സംവിധാനങ്ങളും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും വന്ന് മുഖ്യമന്ത്രിയെയും മന്ത്രിയെയും സർക്കാർ സംവിധാനങ്ങളെ ആകെപ്പാടെ ഒച്ച വെച്ച് ബഹളം വെച്ച് ചീത്ത വിളിക്കുക, വിമർശിക്കുക എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല. അവർ തന്നെ ആലോചിക്കട്ടെ, എത്രയാണ് നമ്മളെക്കാൾ മുതിർന്ന മനുഷ്യരാണ്, നമ്മളെക്കാൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകളാണ്. ഈ VD സതീശൻ പിന്നെ ആളുകളോട് ഷൗട്ട് ചെയ്യുന്നതും, അല്ലെങ്കിൽ ഈ മന്ത്രിമാരായിട്ടുള്ള ആളുകൾ ചൂടാവുന്നതും ഒക്കെ, രാഷ്ട്രീയ പ്രവർത്തകരായിരിക്കെ എതിർത്ത് സംസാരിക്കുന്നതൊക്കെ നമ്മുടെ ദൃശ്യങ്ങളായിട്ട് ഒരുപാടുണ്ട്. പക്ഷേ അത് കടക്കുന്നൊരു സന്ദർഭത്തിലാണ് കേരളം പോലൊരു സംസ്ഥാനത്തെ ഏറ്റവും ഉന്നതമായ പദവികളിലാണ് ഇവരെല്ലാം ഇരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എത്തിച്ചേരാവുന്ന ഏറ്റവും ഉന്നതമായ പദവികളിൽ ഇരിക്കുമ്പോൾ അങ്ങേയറ്റം വിനയാന്വിതരാവുക എന്നത് ഒരു തെറ്റുള്ള കാര്യമല്ല. അത് സംഭവിക്കുന്നില്ല എന്ന തോന്നൽ നമുക്കുണ്ടാവുകയാണ്. പിന്നെ ഹർഷൻ നേരത്തെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു, സംവിധാനങ്ങളെ ശിഥിലീകരിച്ച് കളഞ്ഞു. അതായത് ആളുകളെല്ലാം ട്രാൻസ്ഫർ ചെയ്ത് കളഞ്ഞു. അവരുടെ പണിയല്ലേ അത്? നിങ്ങളിവിടെ നിൽക്കൂ, ഈ മഴക്കാലവും ഈ രോഗകാലവും കഴിയട്ടെ, നിങ്ങളെ ഞങ്ങൾ മാറ്റും എന്ന് തീരുമാനം എടുത്താൽ പോരെ? അല്ലെങ്കിൽ പിന്നെ റീപ്ലേസ് ചെയ്യുന്ന മനുഷ്യരെ പറ്റി അത്രമാത്രം വലിയ ഉറപ്പ് നമുക്ക് വേണം. ഇത് ഒരു 4 ദിവസം വെള്ളത്തിൽ കിടന്ന ഒരു ശവശരീരം, മൃതദേഹം പുറത്തേക്ക് എടുത്തിട്ട് അത് കൊണ്ടുപോകുമ്പോൾ ഒരു ഫ്രീസർ വെച്ചിരിക്കുന്ന ആംബുലൻസ് വേണം എന്ന ജാഗ്രത പോലും കാണിക്കാൻ പറ്റാത്ത സംവിധാനങ്ങൾ, അതൊരു MLA തന്നെയും ആവശ്യപ്പെടുമ്പോൾ അതുപോലും ജാഗ്രത കാണിക്കാത്ത സംവിധാനങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ഇത് ഒന്ന് ആലോചിച്ച് നോക്കുക. പക്ഷേ ഒരു ഒറ്റ പോയിന്റ് കൂടെ ഒന്ന് ആലോചിച്ചു. ഇത് നമ്മൾ ഇപ്പോൾ ഇലക്ഷൻ നടന്നിട്ടില്ല എന്ന് കരുതുക, ഇത് 5ാം വർഷമാണെന്ന് കരുതുക, പിണറായി വിജയൻ സർക്കാരാണ് ഇത് ഭരിക്കുന്നത്, പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് കരുതുക. പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ് രാജേഷ്, ഈ വെള്ളത്തിൽ വീണ രാജേഷിനെ ഡെഡ് ബോഡി ഇങ്ങനെ ഫ്രീസറില്ലാതെ പോകുന്നതെന്ന് ആലോചിക്കുക. പിണറായി വിജയൻ സർക്കാരിനോടാണ്, മുഖ്യമന്ത്രിക്കെതിരെയാണ് ആ പെൺകുട്ടി സംസാരിക്കുന്നതെന്ന് വിചാരിക്കുക. പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടാണ് ഈ സ്റ്റിജി അവർ കുടുംബമായിട്ട് അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നതെന്ന് ആലോചിക്കുക. എന്തുമാത്രം വലിയ ജനരോഷം ഉയരും. ആ ജനരോഷം ഉയരാത്തതിന് ഒരു കാരണമേ ഉള്ളൂ, ഇവർ ഫ്രഷ് ആയിട്ടുള്ളൊരു സർക്കാരാണ്, ഇവർ ഈ ഘട്ടത്തിൽ ഇങ്ങനെ നമ്മൾ ഹിംസിക്കേണ്ടതില്ല എന്നൊരു തോന്നൽ പൊതുവിൽ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ. ആ ഒരു സൗമനസ്യം തിരിച്ചു കൊടുക്കാൻ ഈ സർക്കാരിന് ബാധ്യതയുണ്ട്. അത് ഉടനടി ഇടപെടണം. 8ാം ദിവസമാണ് CP ജോൺ പോകുന്നത്, 8ാം ദിവസമാണ് ഫിഷറീസ് മന്ത്രി അങ്ങോട്ടേക്ക് പോകുന്നത്, 8ാം ദിവസമാണ് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി വിളിക്കുന്നത്. അത് ശരിയല്ല. നമ്മളത് വിമർശിക്കുകയല്ല, വളരെ വിനയത്തോടുകൂടിയും വളരെ 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 ആദരവോടുകൂടിയും നിങ്ങൾ ചെയ്യുന്ന എല്ലാ മഹത്തരമായ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും, നിങ്ങൾ വളരെ നല്ല മുഖ്യമന്ത്രിയും വളരെ നല്ല മന്ത്രിമാരുമാണ് എന്ന് പറഞ്ഞുകൊണ്ടുമാണ് ഞാനിത് പറയുന്നത്. കുറേ കൂടെ എമ്പതറ്റിക്കായുള്ള നിലപാട്. നിങ്ങളുടെ സംവിധാനങ്ങൾ നിങ്ങൾ തന്നെ വന്ന ഉടനെ ആവേശപൂർവ്വം എല്ലാവരെയും ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് സംവിധാനങ്ങൾ ശിഥിലീകരിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് റീപ്ലേസ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ നന്നാക്കിയെടുക്കൂ. മഴ നിൽക്കുന്നതായിട്ട് കാണുന്നില്ലല്ലോ, നാളെയും യെല്ലോ അലേർട്ടാണ്, എപ്പോഴാണ് മഴ അവസാനിക്കുക നമുക്കറിയില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒന്നുകൂടെ ഒന്ന് മെച്ചപ്പെടുത്താനും എമ്പതറ്റിക് ആവാനും, നമ്മൾ ഇന്നലെ സംസാരിച്ചല്ലോ, വാക്കുകൾ കൂടെ ഒരു ടൂളാണ്. ഈ പറയുന്ന സംവിധാനങ്ങൾ മാത്രമല്ല, വാക്കുകൾ കൊണ്ട് നിങ്ങൾ കുറെ കൂടെ കാര്യങ്ങളൊന്ന് സൗമനസ്യത്തിലേക്ക് ആക്കാൻ ശ്രമിക്കൂ എന്ന് അവരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം.